friends, welcome to 360. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റി മിററാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി മിററിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധാ മിറർ ആവശ്യമുണ്ട്. സാധാ മിറർ കഴിഞ്ഞിട്ട് നമുക്കൊരു 2A മിറർ ആവശ്യമുണ്ട്. ഈ 2A മിററും സാധാ മിററും വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ട്രാപ്പ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇൻഫിനിറ്റ് ഇത് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബീഡിങ് വെച്ച് പിടിപ്പിക്കും. അതൊരു 2 മീറ്ററാണ് നമുക്ക് ആവശ്യം. അത് കഴിഞ്ഞിട്ട് 12 വോൾട്ട് DC ചോക്കാണ്. ഇത് നമുക്ക് നേരിട്ട് നമുക്ക് സപ്ലൈയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രിപ്പ് പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബീഡിങ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് എല്ലാം പിടിപ്പിക്കാനായിട്ട് ഇതിലേക്ക് ഒരു ബേസായിട്ട് ഒരു വുഡിൻ്റെ പീസ് വേണം. അപ്പോൾ വുഡിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ വുഡ് പീസിലാണ് നമ്മൾ ഈ മിററും സ്ട്രിപ്പും ലൈറ്റും ഒക്കെ കൂടി നമ്മൾ അതിൽ അസംബിൾ ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ആ ഇല്യൂഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് ആ വുഡ് കട്ട് ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വുഡ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ വുഡ് പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബഫ് ചെയ്തൊന്ന് കാണാൻ ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഈ വുഡ് പീസിൻ്റെ ഇതെന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞ് നമ്മളെ മിററിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ചിൻ്റെ ആ ഒരു ലെങ്ത്തിലാണ് വുഡ് പീസ് കട്ട് ചെയ്തത് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ വുഡ് പീസ് നമ്മൾ 2 സ്ലോട്ട് ഇട്ടിട്ട് ഇതിലേക്കാണ് നമ്മൾ മിറർ ഇറക്കി വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ലൈൻ ഇട്ടിട്ടില്ലേ, അതിലാണ് നമ്മൾ സ്ട്രിപ്പ് ചാനൽ മുട്ടിച്ച് അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സ്ട്രിപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്ക്വയറിൽ വളച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ നമ്മളൊരു പ്ലൈവുഡിനാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ പ്ലൈവുഡ് വയ്ക്കാൻ പോകുക. അപ്പോൾ നമ്മൾ ചാനൽ വളയ്ക്കാനായിട്ട് നമ്മൾ ബോർഡുമ്മേ കറക്റ്റ് ആ മിററിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇറക്കിയിട്ടിട്ട് നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ 4 ചുറ്റിലും നമ്മൾ സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ഇതിലാണ് നമ്മൾ വളച്ചെടുക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിപ്പോൾ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം സ്ക്വയറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്വയറിങ് നമ്മൾ വുഡിൽ വെച്ചാൽ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചാനലിന് 2 ഹോൾ അടിച്ചിട്ടുണ്ട്. ആ സ്ക്രൂ ചെയ്ത് അൺസ്ക്രൂ ചെയ്ത് വെച്ച ഹോളാണ്. ഇത് വരുമ്പോൾ ഒരു സ്ക്രൂവിന് ഒരു ബൾജിങ് ഉണ്ടാവും ഇവിടെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 4 ഹോൾ ചെയ്ത് അത് കൗണ്ടർ ചെയ്യും. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നടക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത ചാനൽ ഇതിലേക്ക് സെറ്റ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവാണ്. ചാനൽ നമ്മൾ ഈ വുഡ് പീസുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വയറാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഔട്ടറും ഇന്നറും നമ്മൾ നമ്മുടെ LED സ്ട്രിപ്പ് ഒട്ടിച്ച് 2 സൈഡിലും ഓരോ ഹോൾ അടിച്ച് ആ വയർ ബാക്കോട്ട് ഇടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വുഡിൽ ചാനലൊക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിപ്പ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണ്ട. അപ്പം നമുക്ക് സ്ട്രിപ്പ് ഒട്ടിക്കാം. സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് ഈ ബാക്കിയുള്ള വയർ നമ്മൾ അടിക്ക് ഇടാട്ടാണ് നമ്മൾ ചെയ്യണം. നമ്മുടെ LED സ്ട്രിപ്പുമ്മ ഈ ചെറിയൊരു വയർ എക്സ്റ്റൻഷനായി കൊടുത്തിട്ട് നമ്മൾ ഇന്നറും ഔട്ടറും LED സ്ട്രിപ്പ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രിപ്പിൻ്റെ ഈ എൻഡും
പിന്നെ നമ്മൾ പുറത്തോട്ടിച്ച സ്ട്രിപ്പിൻ്റെ ഇപ്പുറത്തെ എൻഡും കൂടി കണക്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ചോക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്കിൽ നിന്ന് വരുന്ന എ സിയിലേക്കുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു പ്ലഗ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കുത്താനൊക്കെ എളുപ്പമുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്ത് കത്തുണ്ടോ നോക്കാം. എല്ലാം ഇപ്പോൾ കത്തുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് വെച്ച് നോക്കാൻ വേണ്ടു. ഗ്ലാസ് വെക്കാൻ നമ്മളപ്പോൾ നമ്മുടെ ഫ്രെയിമും വുഡിൻ്റെയും സ്ട്രിപ്പ് ഒട്ടിച്ച് നമ്മൾ എല്ലാ കണക്ഷനും ചോക്കിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ വയ്ക്കുക വേണ്ടു. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ചൊന്ന് ഈവനിങ് ആയിട്ട് അതെന്തായാലും നമുക്ക് നല്ലതാണ്. നമ്മൾ ലൈറ്റ് എത്തുമ്പോൾ ഒരു ചെറിയൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് മിറർ വെച്ചിട്ട് ബാക്കിയുള്ള നോക്കട്ടെ. ബാക്കിൽ നമ്മൾ സാധാ മിറർ വയ്ക്കണേ. മുന്നിൽ നമ്മുടെ 2A മിററും നമ്മൾ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ വെക്കുമ്പോൾ ആ നടുക്കിലുള്ള സ്ട്രിപ്പ് ഈ മിററുകളുടെ സെൻറ്ററിലായിട്ട് വരണം. അതേപോലെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മിററും സ്ട്രിപ്പും നിർത്താം. അതേപോലെ ഒരു 90 ഡിഗ്രി കിട്ടണം നമുക്ക് മിറർ. എന്തെങ്കിലും ഈ വിടുത്താങ്ങാനും കൂടാണെങ്കിൽ സ്ലോട്ടിൻ്റെ വിടുത്താനും കൂടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിട്ട് 90 ഡിഗ്രിയിൽ മിറർ നിർത്താം. അപ്പോൾ നമ്മുടെ മിറർ എല്ലാം നമ്മൾ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് കത്തിക്കാം. കത്തിയുണ്ട്.